ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെ മക്കളെ വിശേഷം? സുബൈക്ക് കോഫി കുടിക്കുകയാണ്. ഇൻട്രസ്റ്റ് കിട്ടാൻ നല്ല തണുപ്പ്. അല്ല, സുബൈ ബാഗ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇനി ഇൻട്രസ്റ്റ് നേരം വെളുത്ത് എനിക്കൊരു ചായയോ കോഫിയോ വേണം. ഒരു ഭയങ്കര ത്രില്ലാണ് ഏട്ടം. അപ്പോൾ നമ്മളെ 50 ബിസ്ക്കറ്റാണ്. ഒന്ന് മക്കളെ സുബൈക്ക് നീച്ച് ചായ കുടിക്കുക. നമുക്ക് വേണോ? സുബൈക്കുള്ളിൽ വേഗം എണീറ്റു സുബ്ഹാനോടായി സുജൂദിലണഞ്ഞും പ്രാർത്ഥനയിൽ മുഴുകുന്നു. 4:30 ചോ 5 മണിക്ക് ചായ കുടിക്കാം. നല്ല എനർജി കോഫിയാണ്. ജനല് തുറന്നിട്ടുള്ളൂ. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും നീച്ച മക്കളെ, നിങ്ങളൊക്കെ അവിടെ കിടക്കുണ്ടാവും മടി പിടിച്ചിട്ട്. സുബൈക്കൊക്കെ നീച്ച നല്ല കുളിരാ. ഈ നേരത്തെ കുളിച്ചാലും നല്ല ഒരു ഇൻട്രസ്റ്റാണ്, നല്ല ഉന്മേഷമാണ്. ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. സുബൈയിൽ നീച്ചിട്ട് നീക്കണതും നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. എന്നുവെച്ചാൽ കുളിക്കണമല്ല. അപ്പോൾ മക്കളെ, ഇതാണ് ബിസ്ക്കറ്റ്. മേടിയുള്ള ഒരു ചായ കേട്ടോ. കൂടുതൽ ചായ ഒന്നും രാവിലെ മധുരം കഴിക്കാം. അപ്പം ബിസ്ക്കറ്റിനോണ്ട് ഒരു മേടിയ മധുരം. അപ്പം എന്താ മക്കളെ വേറെ വിശേഷം? സുഖമല്ലേ? അപ്പം അല്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ബിസ്ക്കറ്റ് തിന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം. മധുരം കഴിച്ചാൽ അപ്പടി വെള്ളം കുടിക്കണം. അതിൻ്റെ ഒരു സ്റ്റീലേക്കണം. വായിലൊക്കെ പറ്റി പിടിച്ച മധുരം ഒക്കെ ഒന്ന്. അപ്പോൾ ചായ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് കുടിച്ചു. നീറ്റിയൊക്കെ ഒരു കോഫി കുടിക്കണതൊരു ഒരു ഇൻട്രസ്റ്റ് ആവാനും നമ്മളൊന്ന് റിലാക്സ് ആവാനും ഒരു കുടിച്ച ആ കോഫി ഒന്ന് ഒരു ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ടൊരു പിന്നെ ആരോഗ്യം കിട്ടും. എന്താണെന്ന് വെച്ചാൽ നല്ല സുഖമാണ്. ഈ സുബൈക്കുള്ളിൽ ഇങ്ങനെ ഈ ചായ കുടിക്കാനും അതുപോലെ ആരോഗ്യ ഗുണമുള്ള കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് നീച്ച ചെയ്ത് നോക്കാം, അനുഭവത്തിന് മനസ്സിലാവുമല്ലോ. അടിപൊളിയാണ്. നമ്മൾ കുളിച്ച മായുള്ള കുളിരാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 3-4 മണിക്കൊക്കെ നീക്കാറായി തുടങ്ങിയില്ല മക്കളെ. പെലിച്ചൊക്കെ വളരെ സന്തോഷമുണ്ട് നോമ്പ് വരുന്നതൊക്കെ. അപ്പോൾ നമുക്ക് അത്രയും ഈ ഭാഗത്ത് നമുക്ക് എടുക്കാം. അല്ലാതെ തന്നെ ഈ ഭാഗത്തിൽ ഈ കൂരുണ്ടാവും. ഇവർ പിന്നെ നല്ല കൂലിയുള്ളത് മാസത്തിലാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും കോരി വാരിത്തരും പഠിച്ചവൻ. ഞാനും അതെ, എന്ത് ചോദിച്ചാലും എനിക്ക് കിട്ടും. ഞാൻ എൻ്റെ കാര്യമൊന്നും റബ്ബിനോട് ചോദിക്കാറില്ല. മറ്റുള്ളവരുടെ കാര്യം ഞാനൊന്നും ചോദിക്കാറുള്ളൂ കേട്ടോ. അതുള്ളൂ. എനിക്ക് എൻ്റെ കാര്യം ഞാൻ ചോദിക്കാം. എൻ്റെ റബ്ബ് എനിക്ക് കണ്ടറിഞ്ഞ് തരുന്ന സ്നേഹമാണ്, വാത്സല്യമാണ്. എനിക്ക് ഒന്നും ഞാൻ ചോദിക്കാറില്ല. എൻ്റെ വിഷയമൊന്നും ഞാൻ ചോദിക്കാറില്ല. എൻ്റെ റബ്ബിനോട് ചോദിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ ചോദിക്കാറുള്ളൂ. അതിന് ദീർഘായുസോടെ മടങ്ങി വരാനുള്ള ആയുസ്. ഇന്നലെ ഭയങ്കരമായിട്ട് സൗണ്ട് പോയിരുന്നു. ഭയങ്കര ഇടങ്ങേറ് തോന്നി എനിക്ക്.
അതുള്ളൂ ഇപ്പോൾ എനിക്കൊരു സങ്കടമായിട്ടിൻ്റെ ഒരു കരടായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. സ്വന്തം ഭർത്താക്കന്മാർക്ക് വയ്യെങ്കിൽ ഏത് ഭാര്യന്മാരും തകർന്നു പോണൊരവസ്ഥയിലാണ് ഈ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതും വക വെക്കാതെ നിങ്ങളെ മുന്നിക്ക് ഞാനെന്നും വീഡിയോ ഇട്ട് തരുന്നുണ്ടല്ലോ. അതൊരു 10 പൈസ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എൻ്റെ പൊന്നു മക്കളെ സപ്പോർട്ടും പോലൊക്കെ തന്നെയാണ് നമ്മളെ കാര്യം. കിട്ടാനായിട്ടില്ലെങ്കിൽ പോലും ഈ മൈലാഞ്ചി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഒരു യൂട്യൂബർ. അപ്പം ഞാനത് കാണിച്ചതാണ്. മൈലാഞ്ചി ഇടുന്ന വീഡിയോ കേട്ടോ. മൈലാഞ്ചി ഇടുക കേട്ടോ. വെറുതെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് പിപ്പിയാണ് ഇഷ്ടം. എന്നാൽ നല്ല കളറ് വേണത്. അത്ര കളറ് പോരാ. ചിത്രങ്ങളാണ് മക്കളെയൊക്കെ മൈലാഞ്ചി ഇടാനൊക്കെ അറിയാവും. മൈലാഞ്ചി അറിയാത്തവരും ഉണ്ടാവില്ല, അതെനിക്കറിയാം.
ഇഷ്ടമായ മക്കളെ? താഴെ ചാടിയുടെ കടട്ടോ പറ്റി മക്കളെ. എളുപ്പമാണ് എനിക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് രസം മക്കളെ. പൂക്കളൊന്നും ഇടാൻ അറിയുന്നില്ല ഉണ്ടായില്ല. അതൊക്കെ പഠിച്ചവനെ അനുഗ്രഹത്തിലാണ് പഠിച്ചെടുത്തതാണ് ഇപ്പോൾ ഇതൊക്കെ. അപ്പം കണ്ട് പഠിഞ്ഞു, എല്ലാവരും പഠിഞ്ഞു. ഇപ്പോൾ പൂവ് എങ്ങനെ വരക്കാമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനെല്ലാം പഠിച്ചു, ഒറ്റയ്ക്ക് പഠിച്ചുണ്ടാക്കിയതിനാണ്, ആരും കൂടെ സഹായിക്കാനില്ലാതെ. അങ്ങനെ ഒറ്റയ്ക്ക് യൂട്യൂബ് ചാനലുണ്ടായി, വലിയ യൂട്യൂബറായി. ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചാനലുണ്ടാക്കിയതൊക്കെ. നിങ്ങളെ മുന്നിലിപ്പോൾ വന്നിരിക്കണം യൂട്യൂബർ, സ്വന്തം കാല് ഒറ്റയ്ക്ക് തുടങ്ങിയ യൂട്യൂബ് ചാനലായ. ഈ നിലക്ക് ഞാൻ എത്തിക്കണമെങ്കിൽ എൻ്റെ പടച്ചവൻ്റെ എല്ലാ അനുഗ്രഹവും എൻ്റെ പൊന്നുമക്കളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. അത് ഞാൻ ഒരിക്കലും മറക്കാൻ പോകില്ല. എൻ്റെ പടച്ച റബ്ബിൻ്റെ കൂടെ എപ്പോഴും ഞാൻ ചോദിച്ച ഉത്തരം എപ്പോഴും കിട്ടും. ഞാൻ എൻ്റെ കാര്യം ഞാൻ എൻ്റെ റബ്ബിനോട് ഇതുവരെയായിട്ടും ചോദിക്കാറില്ല. അതങ്ങനെ എൻ്റെ റബ്ബ് തരുമ്പോൾ മതി എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാ വിഷയവും അങ്ങനെ തന്നെ. എൻ്റെ കല്യാണ വിഷയമായാലും ഞാൻ എൻ്റെ റബ്ബ് എനിക്ക് കൊടുന്നു തന്ന കുറേ കാത്തിരുന്നാൽ, ക്ഷമയോടെ കാത്തിരുന്ന നല്ല ബന്ധം തന്നെ കിട്ടും ചെയ്തു. സന്തോഷവതിയായിട്ട് തന്നെ ജീവിച്ചു കുറച്ച് കാലം, 6 മാസമെങ്കിൽ 6 മാസം കേട്ടോ. അങ്ങനെയൊക്കെ എൻ്റെ ജീവിതാനുഭവങ്ങളാണ് ആ പെങ്ങളോട് പറയണത്. എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് മാത്രമായിരുന്നു കേട്ടോ. അത് ഏതൊരു പെണ്ണിനും സന്തോഷം. എല്ലാവരും ഭർത്താക്കന്മാരിട്ടെറിഞ്ഞു പോവുകയെ എല്ലാവരും അങ്ങനെയൊക്കെ അനുഭവിച്ച് സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരായി ഒന്നും. എൻ്റെ കിട്ടിയതൊക്കെ പടച്ചോൻ പുണ്യം ചെയ്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വന്നതാണ്. എൻ്റെ ഭർത്താവ് എന്നെ സ്വീകരിച്ചു. എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം കൊടുത്തരും. ഞാൻ മനസ്സറിഞ്ഞ് സാധനം ആഗ്രഹിച്ച് നിന്നാണെങ്കിൽ എൻ്റെ മുന്നിലേക്ക് എൻ്റെ ഭർത്താവ് എത്തിച്ചതിനു. എല്ലാവരും വിചാരം എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടെറിഞ്ഞ് വയ്ക്കുന്നു. ഹോസ്പിറ്റലിലാണ് പൊന്നു മക്കളെ. എൻ്റെ ഭർത്താവിന് എല്ലാവരും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അടുത്ത് വരും. പക്ഷേ യൂട്യൂബിലൊന്നും കാണിക്കണത് അതിന് ഇഷ്ടമല്ല കേട്ടോ. അതങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. യൂട്യൂബിൽ കാണിക്കാനൊന്നും നിങ്ങൾ ആവശ്യപ്പെട്ടാലും കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ്. നമ്മളെ ഭർത്താക്കന്മാരെ സ്നേഹം കിട്ടിയ ഏത് ഭാര്യമാരും വേറെ ഒന്നും ഇല്ലെങ്കിലും അത് പൊരുത്തപ്പെട്ട് ജീവിച്ചു. ഞാനൊരു ജോലിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാ കാര്യം മൂപ്പര് ചെയ്തു തന്ന്. ഇപ്പം എല്ലാ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ കാര്യങ്ങളും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ എല്ലാ സകല കാര്യങ്ങളും നോക്കിയിരുന്നു. ഇപ്പം എല്ലാതും ഇപ്പം എൻ്റെ തലയിലാണ്. എൻ്റെ പൊന്നു മക്കളെ,
സത്യം പറഞ്ഞാൽ വല്യമ്മയുടെ കാലം വെച്ചോളം ഞാൻ സന്തോഷം. വല്യമ്മ എന്തെങ്കിലുമൊക്കെ പറയാൻ വെച്ചാൽ പോലും അത് പ്രായമായ എൻ്റെ വല്യമ്മക്ക് സപ്പോർട്ടായിട്ടാണ് എൻ്റെ ഭർത്താവ് കേട്ടോ. എങ്ങനെയായാലും വല്യമ്മയും പേരക്കുട്ടിയും ഒന്നേക്കാരം കേട്ടോ, ഞാൻ പുറത്തേക്കാരും. അപ്പോൾ ഞാൻ നല്ലൊരു ഇങ്ങനെ ഒരു സന്തോഷമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ലൈഫിനോട് തന്നെയാണ് പ്രാധാന്യം. ലൈഫ് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും. എനിക്ക് ലൈഫില്ല, അതുപോലൊക്കെ സന്തോഷമുണ്ട്. സന്തോഷമുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ പടച്ചോന് മാറ്റിക്കൊടുക്കും. പടച്ചോന് വിട്ടുകൊടുത്തതല്ലേ, അപ്പോൾ പിന്നെ പടച്ചോനാവും എല്ലാ കാര്യവും. എൻ്റെ റബ്ബ് ചെയ്യും. റബ്ബിനായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അതാണ് എനിക്ക്. ആ മൈലാഞ്ചി എങ്ങനെയുണ്ട് പൊന്നു മക്കളെ, രസമുണ്ടോ? അപ്പോൾ ഞാൻ അങ്ങനെ ആ മൈലാഞ്ചി ഇടണമെന്ന് മോഹമുണ്ടായി. അപ്പോൾ ഇരുന്നപ്പോൾ അങ്ങനെ ഇട്ട് പോയതാണ്. അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം മൈലാഞ്ചി എങ്ങനെ താത്ത ഒറ്റക്ക് ഇടാറുണ്ടോ, പിന്നെ ഇടുന്നത് കാണില്ല മക്കളെ. മോഡലൊക്കെ പഠിച്ചാണ്. നമ്മളെ കല്യാണത്തിന് നമ്മൾ തന്നെ മൈലാഞ്ചിട്ട് കേട്ടോ. അങ്ങനെ ആഡംബരമുള്ള കല്യാണങ്ങളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എനിക്കതൊന്നും ഇഷ്ടമല്ല. ആഡംബരമൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷേ സാധാരണ നിലക്കുള്ള കല്യാണം തന്നെ അതിനെ പറ്റുള്ളൂ. ആഡംബര കല്യാണങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ കല്യാണ വിഷയം ഇപ്പം എന്തൊക്കെ എത്ര ആൾക്കാർ എത്ര പൈസ മുടക്കിയിട്ട് ചെയ്യുന്നത്. അത് എന്നിട്ട് കടം കുത്തി പിന്നെ അവസാനം പിന്നെ ഒന്നുമല്ലാതെ പെര വിൽക്കലും അങ്ങനെയൊക്കെ കാര്യം. അപ്പോൾ ഈ മൈലാഞ്ചി എൻ്റെ കല്യാണത്തിന് ഞാൻ തന്നെ മക്കളെ മൈലാഞ്ചി ഇട്ടത്. ആരും ഇല്ലല്ലോ, ഒരു കല്യാണം കഴിച്ചൊന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. തോഴിമാരൊപ്പന കൊട്ടാനോ ഒന്നിനും ഉണ്ടായില്ല. മുല്ലപ്പൂവില്ല, മാട്ടില്ല, ഒരു ചുരിദാറ് മാത്രമേ നാട്ടിട്ടുള്ളൂ. അതെന്താ അത്ര ഒരു ആഡംബരമുള്ള കല്യാണം അല്ലാത്തത് കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എല്ലാം കൂടെ ഇട്ട് ഉണങ്ങി ഇരിക്കണതൊന്നും. ഒരു സാധാരണ പെണ്ണായിട്ടുള്ളൊരു ബുദ്ധി പെണ്ണായിട്ട് നിന്നു ഞാൻ. എന്നിട്ട് അങ്ങനെ ജീവിതം തുടങ്ങി. അതിൻ്റെ ഒടുവിലാണ് മക്കളെ ഈ സംഭവമൊക്കെ ഉണ്ടായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി പല്ല് കുത്തി മുറിയാക്കി. എൻ്റെ ഭർത്താവിൻ്റെ നാവുമ്മ മുറിയായി. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോയി, ക്യാൻസറായി. അപ്പം ഞാൻ തകർന്നു പോയത് അപ്പോഴാണ് മക്കളെ. ഇപ്പം നോമ്പ് വന്ന് 3 കൊല്ലമായിപ്പോൾ എണ്ണം പൊടിച്ച് മൂപ്പർക്ക്. 2 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. 6 മാസമുള്ള ജീവിതം ജീവിച്ചു. അത് നല്ല സുഖകരമായിട്ട് തന്നെ ജീവിച്ചു. ഒന്നും മല്ല് കല്ലില്ലാതെ തന്നെ സന്തോഷമായിട്ട് ജീവിച്ചു. അതന്നെ ആ ഒരു 6 മാസത്തെ ഒരു ജീവിതമാണ് എനിക്കിപ്പോൾ സ്വർഗമായി മാറിയത്. എല്ലാതും മൂപ്പര് കണ്ടറിഞ്ഞ് കൊണ്ടുവരും. എൻ്റെ മനസ്സറിഞ്ഞിട്ട് തന്നെ കൊണ്ടുവരും കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുന്ന് തന്നീന്ന് മക്കളെ. മഞ്ചക്കൊരു പെട്ടിൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്നത്. എല്ലാ ഭർത്താക്കന്മാരും 1 2 ഓടുന്നിട്ട് അവിടെ വെക്കും. എൻ്റെ ഭർത്താവ് ഒരു പെട്ടിയോ മഞ്ച് കൊണ്ട് വരും. ഇങ്ങനെ ഇഷ്ടമുണ്ടാകുമ്പോൾ ഒക്കെ തിന്നാം. എൻ്റെ വല്യമ്മയാണെങ്കിലോ മഞ്ചിൻ്റെ ഒരാളാണ്. മഞ്ച് നല്ല ഇഷ്ടം കേട്ടോ. അപ്പോൾ മക്കളെ മഞ്ച് കൊടുന്ന വല്യമ്മക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും ചെയ്യും, തിന്നിച്ചു. വല്യമ്മക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അതുപോലെ ഐസ് തിന്നും. ഈ പ്രായമുള്ളവർക്കൊക്കെ എന്താ ഇപ്പോൾ ഈ ഐസ്ക്രീമിനോടും ഐസിനോടും താല്പര്യം. അതുപോലെ പഴയ കാലത്ത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ ഭാഗ്യം എൻ്റെ അമ്മക്കൊരു ഭാഗ്യം ഉണ്ടായില്ല. ഞാൻ നോക്കാനായപ്പോഴത്തേന് എൻ്റെ അമ്മ മരിച്ചു ചെയ്തിട്ടോ. അതിനൊക്കെ വല്യമ്മക്ക് ഭാഗ്യം. ഇപ്പം എന്താ ചെയ്യുക. അത്ര പ്രായത്തിലൊന്നല്ല മരിച്ചത്. 40 വയസ്സായപ്പോഴത്തേന് ഉമ്മ മരിച്ചു മക്കളെ. വല്ലാത്തൊരു വേദനാജനക. അതാണ്
എൻ്റെ അമ്മ പോയ എൻ്റെ വലം കൈ പോയ മാതിരിയായി. കണ്ണിൻ്റെ കാഴ്ച നഷ്ടമാവില്ല. സ്വന്തം ഉമ്മ ഉണ്ടാവുമ്പോൾ ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ഡ്രസ്സടക്കം ഒന്നും എന്നെക്കൊണ്ട് തിരുമ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. 7ാം ക്ലാസ് വരെ നല്ലോണം അടിച്ച് പൊളിച്ച്. പിന്നെ ഞാൻ പിന്നെ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ആയപ്പോഴത്തേന് പിന്നെ എൻ്റെ പഠിപ്പ് പിന്നെ നിർത്തും ചെയ്തു. പിന്നെ 9ാം ക്ലാസ് ആയപ്പോഴത്തേന് പിന്നെ ഞാൻ പോയിട്ടില്ല കേട്ടോ. പിന്നെ തുല്യത എഴുതാൻ പഠിച്ചു. തുല്യത എഴുതാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓംനൈസായിട്ട് പോയി. അങ്ങനെ എൻ്റെ ജീവിതങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുജീബ് റഹ്മാൻ എൻ്റെ കല്യാണത്തിലേക്ക് വന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. സന്തോഷം. ഞാൻ ഇപ്പം അല്ലാത്ത കുട്ടിയാണെന്നൊന്നും വല്യമ്മ നോക്കിക്കണ. വല്യമ്മ നോക്കിയിട്ട് തന്നെയാണ്. ഇമ്മ അപ്പോഴും പണിക്ക് പോവുമായിരുന്നു കേട്ടോ. എന്നിട്ട് മക്കളെ അങ്ങനെ ജീവിച്ച് ഈ നിലക്ക് ഞാനെത്തി. ഇത്ര വലിയ ആളായതൊന്നും എൻ്റെ അമ്മക്ക് കാണാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. അതിന് വല്യമ്മയുടെ മക്കൾക്കൊക്കെ എന്നെ നോക്കണതിന് വല്ലാത്തൊരു ഇതൊക്കെ ഉണ്ടാവും. നിങ്ങൾ പേരക്കുട്ടീനെ നോക്കിയിരിക്കുകയാണോ അല്ല നോക്കത്തിനുള്ള അസൂയൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ അമ്മൂമ്മരങ്ങനെയാണ്. എൻ്റെ അമ്മൂമ്മർ ഞങ്ങളെ നോക്കണില്ല, ഞങ്ങളേക്കായി നോക്കണം നിങ്ങളെ പേരക്കുട്ടീനെ തന്നെയാണ്. എനിക്കിൻ്റെ ആരുമില്ലല്ലോ. ഒറ്റക്കാക്കി പോയാലേ ആൾക്കാർ എൻ്റെ അമ്മ പറയുമ്പോൾ എൻ്റെ കുട്ടീനെ നോക്കണം എന്നിട്ടാണ് മരിച്ചിനീനെ തൊട്ട് മുന്നായിട്ട് എൻ്റെ അമ്മനോ ഇമ്മാനോ എൻ്റെ വല്യമ്മാനെ നോക്കണം എന്ന് ഉമ്മയും പറഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെ അമ്മോൻ്റെ പേരും വിളിച്ചിട്ട് ടീച്ചർ കയറിയ ഇമ്മ പിന്നെ മുണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാറ് കയറിയപ്പോൾ കുഴഞ്ഞും ചെയ്തു. അങ്ങനെ കൊപ്പത്ത് ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കിടന്നു. എൻ്റെ അനുഭവങ്ങളൊന്നും ഞാൻ ഇതുവരെ നിങ്ങളോട് പങ്കുവച്ചിട്ടില്ല മക്കളെ. എൻ്റെ ജീവിതം ഈ നല്ലൊരു സ്വർഗത്തിലുള്ള ജീവിതം പോലെ തന്നെ ആയിരുന്നു. അല്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊക്കെ ഉണ്ടായിട്ടാണ് പട്ടിണിയൊക്കെ മാറിയത് കാലത്തിൽ. അവർ പണിയെടുത്ത് പോയപ്പോൾ കൂടുതൽ എൻ്റെ വല്യമ്മൊക്കെ നല്ല ബിരിയാണി വെക്കും. പണ്ടാരിപ്പടിക്ക് പോയിരുന്നു. എൻ്റെ ഭർത്താവും നല്ല ബിരിയാണി വെക്കും. അതിനെല്ലാം കുറയും എൻ്റെ ഭർത്താവിന്. എൻ്റെ മുജീബ് റഹ്മാനെ നല്ല സ്നേഹിച്ചിരുന്നെ. ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ വീഡിയോ കോളൊന്നും വിളിച്ചാൽ പറ്റുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് കമൻറ്റിലൂടെ. എന്താണെന്ന് വെച്ചാൽ എന്താ അതിനൊന്ന് പോയി കണ്ടൂടെ, അതിനൊന്ന് പരിചരിച്ചൂടെ എന്നൊക്കെ പറയാം. പക്ഷേ അവിടെ ചെല്ലാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞ് അകത്തുമ്പലി ഇട്ട് എങ്ങനെ ഉണ്ട് മക്കളെ? സൂപ്പറാണോ? ഇതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പൊന്നു മക്കളെ ഇങ്ങോട്ട് നോക്കുകയാണ് നിങ്ങൾ. ഇപ്പം മൈലാഞ്ചി ഇടാനും ഒക്കെ പഠിച്ചു. എങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ പഠിഞ്ഞു തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മൈലാഞ്ചി ശരിക്കും ഇടാൻ അറിഞ്ഞില്ല എന്താണെന്നത്. ഇപ്പോഴും മനസ്സിൽ ഓരോ ചിത്രങ്ങളുണ്ട്. എൻ്റെ പഠിച്ചവനെ എനിക്ക് തോന്നിപ്പിച്ചു. ആ ചിത്രങ്ങളവിടെ വരച്ചുണ്ടാക്കി. അപ്പോൾ ഒരു പൂക്കളായി മാറി. അപ്പോൾ മക്കളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബർ ചെയ്യുക. എനിക്കെന്നും സ്കൂൾ പഠിക്കുമ്പോഴും എനിക്കും ഒരു കൂട്ടുകാരത്തിണ്ടായിരുന്നു സർഫുന്നീസ കേട്ടോ. ഓളും ഞാനും എന്നും മൈലാഞ്ചി അരച്ചു. പച്ച മൈലാഞ്ചി ചോടി ഉണ്ടാവും, മൈലാഞ്ചി ഓളോടെയും മൈലാഞ്ചി ഉണ്ടാവും. ഞങ്ങൾ വെള്ളിയാഴ്ച ഒന്നും മൈലാഞ്ചി അരച്ച് ചുവപ്പിച്ച് സ്കൂളിൽ പോകണം. അല്ല, എപ്പോഴും ഞങ്ങളെ കാലുമൊന്നും മൈലാഞ്ചി ഊരാൻ നേരമില്ല വെള്ളിയാഴ്ച. അതൊരു സുന്നത്തും കൂടെ അല്ല വെള്ളിയാഴ്ച. അപ്പോൾ പൊന്നു മക്കളെ, ഇപ്പോഴത്തെ മൈലാഞ്ചി ഒന്നും സുന്നത്തല്ലല്ലോ, കറാത്തതൊന്നും എനിക്കറിയില്ല. നിങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടോ. അപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഞാനും. അപ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഭർത്താവ് വരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ഞാൻ. എങ്ങനെ ആയാലും ഗൾഫ് പോയ ഫീലാണ്. അപ്പോൾ ഗൾഫിലാണെന്നാണ് എൻ്റെ ധാരണ. അതുപോലെ തന്നെയാണ് ഇപ്പം ഞാൻ നടക്കണേനും. 3 വട്ടം 4 വട്ടമൊക്കെ ഞാൻ വിളിക്കും. അങ്ങനെ ഇന്ന് ഇങ്ങനെ സൗണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ആശങ്കയിലാണ് ഞാൻ. പക്ഷെ സൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നീ സംസാരിക്കാൻ കഴിയില്ല പഠിച്ചോനെ. അപ്പോൾ ഒരു ഡോക്ടർ വന്നു നല്ല പരിശോധിച്ചോന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇനി ഒരു ഭാഗത്ത് കിടക്കാനൊന്നും നേരം കിട്ടൂല. അതിന് പാവമാണ് അതിൻ്റെ കാര്യം. എനിക്കങ്ങോട്ട് പോകാൻ കഴിയാത്ത മക്കളെ, ഞാൻ ആകെ ഇടങ്ങേറായി. ഒരു ഭർത്താവിൻ്റെ സ്നേഹം അതിനെ നോക്കാനും എനിക്ക് കഴിയാത്തതായി.
അതിൻ്റെ കൂട്ടുകാരൻ അതിനെ നല്ല പൊന്നു പോലെ നോക്കുന്നുണ്ട്, കൂടെ നടന്നിട്ട് പരിചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടാനും ഒരു ഭാഗ്യമാണ് മക്കളെ. ആരുമില്ലാത്തവരെന്ന് പറഞ്ഞാൽ ഭാര്യമാർക്ക് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാരന്മാർ ചെയ്യുന്നുണ്ട്, അത് കരുത്തിയാൽ മതി. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സി യു, അസ്സലാമു അലൈക്കും.